എവിടെയെങ്കിലും പോകാനാണെങ്കിൽ നേരത്തെ ഒരുങ്ങിയിരിക്കുന്ന ശീലം എനിക്കില്ല കേട്ടോ. കാരണം ഒരുങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ പോകണം. ഒരുങ്ങിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് എവിടെ പോയാലും സമയത്ത് ഒരുങ്ങുന്നത് കൊണ്ട് എനിക്ക് ഗെറ്റ് റെഡി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇപ്രാവശ്യം എന്തായാലും വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ ഒരുങ്ങാൻ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്കതേ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ടാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതേ സൺസ്ക്രീൻ ഇടുവാണ്. ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആണ് പോകുന്നത്, അതായത് റിസപ്ഷൻ ആണ്, വൈകുന്നേരമാണ് കേട്ടോ പരിപാടി. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും എൻ്റെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയതാണ്. എന്തായാലും ഞാൻ ലിങ്ക് സ്ക്രീനിൽ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ ദേ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദേ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണ്. ഒരുപാടൊന്നും വാരിക്കോരി ഞാൻ ഇടുന്നില്ല. കുറച്ച് കണ്ണിൻ്റെ താഴെയും പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുത്തുകുത്ത്. കണ്ണിൻ്റെ താഴെ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഇടുമ്പോൾ തന്നെ കവർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ മെയിൻ താരം പൗഡർ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെയൊന്നും അല്ല ഇടേണ്ടത്, അത് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്, ഇത് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. എന്തായാലും പൗഡർ ഇട്ട് കൊടുത്തിട്ട് ദേ സ്ട്രോബ് ക്രീം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഭയങ്കര അടിപൊളി സാധനമാണ്. ഫേസ് നല്ല തിളങ്ങുന്ന പോലെ ഫീൽ ആവും ഇതിട്ട് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ല കേട്ടോ. ഇതുപോലെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാം വാങ്ങിച്ച് വെക്കും, പക്ഷേ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതേ ലിപ് ബാം സുഡിയോൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ടോ, കാരണം നല്ല രീതിക്ക് ചുണ്ട് കറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ലിപ് ബാം വാങ്ങിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഒറ്റൊരു ലിപ്സ്റ്റിക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. എന്തായാലും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സ്ക്രീനിൽ കൊടുത്തേക്കാവേ. അങ്ങനെ 2 ലിപ്സ്റ്റിക്കും കൂടെ അതേ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ ഐബ്രോസ് വെറുതെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഐബ്രോസ് എഴുതുന്നത്. കാരണം ഒരു ദിഗംബരൻ ഫീലായിരിക്കും. ഞാൻ എഴുതിയാലും കണ്ട ഇങ്ങനെ തുടച്ച് കളയും. പിരികമുള്ളവർക്ക് എഴുതിയാൽ നല്ല ഭംഗിയായിരിക്കും. എന്നെപ്പോലെ പിരികില്ലാത്തവർക്ക് എഴുതിയാൽ ഒരുമാതിരി അംഗനവാടി പിള്ളേരെ പോലെ ഇരിക്കും. അങ്ങനെ കുറച്ച് കണ്ണും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് സെറ്റായി. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും 2 കഷ്ണം മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടാലേ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചെറിയതിൻ്റെ വകയുള്ള ഡ്രസ്സാണ്, അതായത് എൻ്റെ നാത്തൂൻ്റെ വക കേട്ടോ. 100K അടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ തന്ന് ഞാൻ ഓൺലൈനിൽ ഈ ഒരു ഡ്രസ്സ് എടുത്ത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയി കല്യാണം കൂടിയിട്ട് വരാവേ.